ഇന്ത്യയോടുള്ള അന്ധമായ വിരോധം പാകിസ്ഥാനെ സാമ്പത്തികമായി പോലും കൂടുതൽ വരിഞ്ഞു മുറുക്കുകയാണ്. അമേരിക്കയോട് പോലും കൂടുതൽ അടുക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചതും ഇന്ത്യയോടുള്ള അടങ്ങാത്ത പക തന്നെയാണ്. എന്നാൽ അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ സൗഹൃദം ഇപ്പോൾ അവർക്ക് തന്നെ വിനയാവുകയാണ്. സ്വന്തം രാജ്യത്തിന്റെ സർവ്വതും, അതായത് പരമാധികാരം, മണ്ണ്, ധാതുക്കൾ എന്നിങ്ങനെ എല്ലാം തന്നെ പാകിസ്ഥാൻ പണയപ്പെടുത്തി. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആകട്ടെ അമേരിക്കയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഓർക്കണം, ഇത്രയധികം സൗഹൃദം പങ്കിട്ട രാജ്യവുമായി തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ കൂടുതൽ ആ ബന്ധം വഷളാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ പരാമർശം, അല്ലെങ്കിൽ ആ വിമർശനം. അങ്ങനെ ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിഞ്ഞു എന്നതായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ ആ ഒരു പരാമർശം. എന്നാൽ ഇപ്പോൾ ഈ പരാമർശം പാകിസ്ഥാനെ തന്നെ വലിയ രീതിയിൽ ഒരു ചതിക്കുഴിയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് തന്നെ വിനയാകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. ടോയ്ലറ്റ് പേപ്പറിനേക്കാൾ കഷ്ടം. അമേരിക്കയുടെ യൂസ് ആൻഡ് ത്രോ നയത്തിൽ കരഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. കിട്ടിയതാകട്ടെ 8ന്റെ പണിയാണ്. ഇതോടുകൂടി തന്നെ ലോകത്തിന് മുന്നിൽ വീണ്ടും തലകുനിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. തങ്ങളുടെ രാജ്യം അമേരിക്കയ്ക്ക് വെറും ഒരു ടോയ്ലറ്റ് പേപ്പർ മാത്രമാണ് എന്നതായിരുന്നു ആ പരാമർശം. പാർലമെന്റിലെ കുറ്റസമ്മതം രാജ്യാന്തര തലത്തിൽ അത്തരത്തിൽ ഖ്വാജ ആസിഫ് നടത്തിയ ആ പരാമർശം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ്. ദ ബയോഗ്രഫി ഓഫ് എ ടോയ്ലറ്റ് പേപ്പർ, ഹൗ പാകിസ്ഥാൻ ബിക്കം അമേരിക്കാസ് ഡിസ്പോസിബിൾ അലൈ എന്ന തലക്കെട്ടിൽ അവിടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ ദയനീയാവസ്ഥ ശരിക്കുമായി തന്നെ തുറന്നു കാട്ടുന്നതാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും മണ്ണും അമേരിക്കയ്ക്ക് പണയപ്പെടുത്തിയ പാകിസ്ഥാൻ ഭാരതത്തോടുള്ള അന്ധമായ വിരോധം തീർക്കാൻ വേണ്ടി മാത്രം നടത്തിയ നയതന്ത്ര ചതിക്കുഴിയുടെ ആ ഒരു ബാക്കി പത്രമാകുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, അതായത് 1947 പിളർപ്പ് ഉണ്ടായതിനു ശേഷം ഭാരതത്തെ തകർക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ് പാകിസ്ഥാന്റെ മനസ്സിലുള്ളത്. അമേരിക്കയുടെ മടിയിൽ ഇരിക്കാനാണ് എന്നും പാകിസ്ഥാൻ ആഗ്രഹിച്ചതും. നെഹ്റുവിന്റെ കാലത്ത് ഭാരതം ചേരിചേരാ നയവുമായി നിന്നപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുടെ സൈനിക സഖ്യങ്ങളായ സീറ്റോ അതേപോലെ തന്നെ നെസ്റ്റോ എന്നിവയിൽ ചേർന്നുകൊണ്ട് ആയുധങ്ങൾക്കായി കൈനീട്ടി. എന്നാൽ ഈ ആയുധങ്ങൾ ഭാരതത്തിനെതിരെ ഉപയോഗിക്കാമെന്ന പാക് വ്യാമോഹത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന അവിടെ ഒളിഞ്ഞു നോക്കാനുള്ള ഒരു താവളം മാത്രമായി അമേരിക്കയെ കാണുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ശരിക്കും അമേരിക്കയാകട്ടെ പാകിസ്ഥാനെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പെഷ്വാറിലെ ആ സ്ഥലങ്ങളിൽ നിന്ന് പറന്നുയർന്ന U-2 ചാരവിമാനം സോവിയറ്റ് യൂണിയൻ വെടിവെച്ചിട്ടപ്പോൾ പാകിസ്ഥാൻ നേരിട്ടത് ആണവാക്രമണ ഭീഷണി തന്നെയായിരുന്നു. സ്വന്തം ജനതയെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അമേരിക്കയ്ക്ക് വിടുപണി ചെയ്ത് പാകിസ്ഥാന്റെ ആദ്യത്തെ വലിയ പരാജയമായിരുന്നു അത്. അതേപോലെ തന്നെ അഫ്ഗാൻ ജിഹാദിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് അവിടെ കോടികൾ വാങ്ങിക്കൂട്ടി ഭീകരവാദത്തിന്റെ ഫാക്ടറി തുറന്ന സിയാ ഉൽ ഹഖിന്റെ നയങ്ങളായിരുന്നു ഇന്നും പാകിസ്ഥാനെ ഭീകരതയിൽ നിന്നും അവരെ വിഴുങ്ങിയത്, അല്ലെങ്കിൽ അവരെ ഈ ഭീകരവാദം വളർത്തിയെടുക്കാൻ ശ്രമിച്ചതും. സോവിയറ്റ് യൂണിയൻ പിന്മാറിയതോടു കൂടി തന്നെ പാകിസ്ഥാനെ ഒരു കറിവേപ്പില പോലെ തന്നെ അമേരിക്ക വലിച്ചെറിയുകയാണ് ഉണ്ടായത്. എന്നാൽ പാകിസ്ഥാൻ ഇതിലൊന്നും തന്നെ പഠിച്ചില്ല. 9/11 ശേഷം വീണ്ടും അമേരിക്കയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളിയായ പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ഡ്രോൺ ആക്രമണങ്ങൾക്കും TTP പോലുള്ള ഭീകര സംഘടനകളുടെ ആ ഒരു ഉദയത്തിനും വഴിയൊരുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇന്നും പാകിസ്ഥാനെ വലിയ രീതിയിൽ കരുവാക്കിക്കൊണ്ട് അമേരിക്ക ചില രീതിയിലുള്ള പദ്ധതികളും തന്ത്രങ്ങളും മെനയുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ പാകിസ്ഥാൻ ഈ ചതിക്കുഴിയിൽ വീഴുകയാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.